അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ച് നോക്കിയാലോ. രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള ദോശയും കൂട്ടത്തിൽ കഴിക്കാൻ ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദോശയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ ഇച്ചുക്കുട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും കഴിക്കുന്നുണ്ട്. അപ്പുറത്തിരുന്നിട്ട് ഇച്ചുക്കുട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് നല്ല ചോറും പിന്നെ ഉണക്കമത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയും വെണ്ടയ്ക്ക വറുത്തതും മുട്ട വറുത്തതും കയ്പ്പയ്ക്കുപ്പേരൊക്കെ കൂട്ടൊരു പിടി പിടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചുക്കുട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിലൊന്നിങ്ങനെ വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഇച്ചുക്കുട്ടനും കൂടി വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അവന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പഴംപൊരി, നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിനേക്കാളും നല്ലത് ഇങ്ങനെയല്ലേന്ന് വിചാരിച്ച് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു പാസ്ത പോലെ. അങ്ങനെ അതുണ്ടാക്കി ചൂടോടെ കഴിക്കുകയാണ് കേട്ടോ. ഏട്ടന് ആദ്യം കൊടുത്തു. അപ്പോൾ ഏട്ടന് നല്ല ഇഷ്ടമായി. ഇച്ചുക്കുട്ടന് അപ്പുറത്ത് ചപ്പാത്തി കഴിക്കുന്നുണ്ട് ഫോണിൽ തോണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പിന്നെ കഴിച്ചത് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. ഏട്ടൻ വരുമ്പോൾ ചപ്പാത്തി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഇന്നത്തെ ദിവസം കഴിച്ചത്. ഗുഡ് നൈറ്റ്.